ശനിയാഴ്ച മുതൽ ചെർപ്പുളശ്ശേരിയിൽ പുതിയ ഗതാഗത പരിഷ്കരണം. കാലപ്പഴക്കത്താൽ ജീർണിച്ച അവസ്ഥയിലായ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം അടച്ചിടാൻ തീരുമാനിച്ചതിലാണ് പുതിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. ഇതുമായി എല്ലാവരുടെയും സഹകരണം ചെർപ്പുളശ്ശേരി നഗരസഭ അധികൃതർ അഭ്യർത്ഥിച്ചു. വിദഗ്ധ പരിശോധനയിൽ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡ് ഈ മഴയ്ക്ക് മുൻപായി തന്നെ അടച്ചിടാൻ തീരുമാനിച്ചത്. സ്റ്റാൻഡിന് ഇടതുവശത്തെ വിശ്രമ കേന്ദ്രം ഒഴിച്ചിട്ടാണ് അടയ്ക്കുന്നത്. ഇതോടെ നഗരത്തിലുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായാണ് ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. ഇതുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നഗരസഭ കാര്യക്ഷമമായി ഇടപെടുമെന്നും നഗരസഭാ അധ്യക്ഷ KT ജംസിയ പറഞ്ഞു. പട്ടാമ്പി, ഷൊർണൂര്, കൊപ്പം, നെല്ലായ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ മിഥില റിജൻസി, സജിനി ടൈലേഴ്സ് എന്നിവിടങ്ങളിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ നിർത്തി പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യേണ്ടതും തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡിൽ മുൻവശം നിർത്തി പട്ടാമ്പി ഭാഗത്തേക്ക് പോകേണ്ടതുമാണ്. രണ്ടാമത്, പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട്, വെള്ളിനേഴി ഭാഗത്തു നിന്നുമുള്ള ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ ഇറക്കി പഴയ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ നിർത്തി മിഥില റിജൻസിയുടെ സമീപം പാർക്ക് ചെയ്യേണ്ടതും തുടർന്ന് മിഥില റിജൻസി സ്റ്റോപ്പിൽ നിന്നും എടുത്ത് സജിനി ടൈലേഴ്സ് സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകേണ്ടതാണ്. മൂന്നാമത്, ഒറ്റപ്പാലം, ഷൊർണൂർ, കോതകുർശി, ചളവറ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിൽ മുൻവശത്ത് യാത്രക്കാരെ ഇറക്കി മിഥില റിജൻസി സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ എടുത്ത് തിരിച്ച് സജിനി ടൈലേഴ്സ്, ഒറ്റപ്പാലം റോളക്സ് ഹോട്ടലിന് എതിർവശമുള്ള സ്റ്റോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകേണ്ടതാണ്. ഇതാണ് 3 ഭാഗത്തു നിന്ന് നമുക്ക് മെയിനായിട്ട് 3 ഭാഗത്തു നിന്നുള്ള ബസ്സുകളാണ് ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. അപ്പോൾ ആ ഒരു 3 ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളുടെ ക്രമീകരണമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്. പട്ടാമ്പി, കൊപ്പം ഭാഗത്തു നിന്നും ഷൊർണൂരിൽ നിന്ന് കൈലിയാട്, കൃഷ്ണപ്പടി വഴി വരുന്ന ബസ്സുകളും AKG റോഡിന് മുൻപായി യാത്രക്കാരെ ഇറക്കി പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് സമയമാകുമ്പോൾ പുറപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകണം. പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ ആളെ ഇറക്കി ഗവൺമെന്റ് ആശുപത്രിക്ക് താഴെയുള്ള റോഡിന്റെ വശങ്ങളിൽ പാർക്ക് ചെയ്യണം. തിരിച്ചു പോകുമ്പോൾ ടൗണിൽ നിന്ന് യാത്രക്കാരെ കയറ്റി പോകാം. ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് യാത്രക്കാരെ ഇറക്കി ഗവൺമെന്റ് ആശുപത്രിക്ക് താഴെയുള്ള റോഡിന്റെ വശങ്ങളിൽ പാർക്ക് ചെയ്യണം. ടൗണിൽ നിന്നും ഒറ്റപ്പാലം റോഡിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകണം. AKG റോഡിന് സമീപത്തെ സജിനി ടൈലേഴ്സിന് സമീപത്ത് പുതിയ ബസ് സ്റ്റോപ്പ് അനുവദിച്ചതിനാൽ ഇവിടെയുള്ള 4-ാം നമ്പർ ഓട്ടോ സ്റ്റാൻഡ് മുന്നിലേക്ക് നീക്കി ക്രമീകരിച്ചു. ഗൂഡ്സ്, ടെമ്പോ ട്രാവലർ എന്നിവ ഒറ്റപ്പാലം റോഡിൽ പോസ്റ്റ് ഓഫീസിന് പരിസരത്തും പഴയ പെട്രോൾ പമ്പിന് മുൻവശം മുതൽ കാളപ്പറമ്പ് വരെയുള്ള സ്ഥലങ്ങളിൽ ടാക്സി കാറുകളും പാർക്ക് ചെയ്യാം. പാർക്കിംഗ് നിരോധിത മേഖലകളിൽ നഗരസഭ ബോർഡുകൾ സ്ഥാപിക്കും. പഴയ സ്റ്റാൻഡ് അടച്ചിട്ട് കെട്ടിടം പൊളിച്ചു നീക്കി വേഗത്തിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. CCN ചെർപ്പുളശ്ശേരി.